പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്ത് പ്രധാനമായിട്ടും ഉള്ളത് 3 മതങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതമെന്ന് പറയുന്നത് ഹിന്ദുമതം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഹിന്ദു വിശ്വാസം, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഹിന്ദുമതം. 30 ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയും ആ ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്ന ഇന്ത്യയും നേപ്പാളും ഒക്കെ ഉൾപ്പെടെ, ശ്രീലങ്കയും ഒക്കെ ഉൾപ്പെടെ ഉള്ള ഏതാനും ചില രാജ്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസ രീതി. ഇതിനെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് അദ്വൈത സിദ്ധാന്തം. ഈ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഒരു പരമ്പൊരുള്, അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് എല്ലാത്തിലും ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടെന്നുള്ളതാണ്. എല്ലാത്തിലും ദൈവത്തിന്റെ ചൈതന്യം വസിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ സത്യത്തില് അതിങ്ങനെ വിവരിച്ചും ഒക്കെ ആയിട്ട് പറഞ്ഞൊക്കെ വരുമ്പോൾ എല്ലാം ദൈവമാണ് എന്നൊക്കെ ചിലയിടത്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കരുതുന്നുണ്ടെന്ന് എന്ന് ഞാൻ കരുതുക. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാം, കല്ല്, മരം, ചില മൃഗങ്ങള്, അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് എല്ലാം ദൈവമാണെന്ന് കരുതുന്ന ചില മല, ആകാശം, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ഇവയെല്ലാം ദൈവമാണെന്ന് കരുതുന്ന ഒരു തെറ്റിദ്ധാരണയിലേക്ക് കുറെ ആളുകളെങ്കിലും വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത്, മറ്റ് മതങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ക്രിസ്ത്യൻ, രണ്ടാമത് മുസ്ലിം, പിന്നെ അടുത്തുള്ള യഹൂദമതം, പിന്നെ പറയുകയാണെങ്കിൽ ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, പാഴ്സി, അങ്ങനെ വിവിധ മതങ്ങൾ, കൊച്ചു മതങ്ങൾ വേറെയുണ്ട്. ചില മതങ്ങളിൽ തന്നെ വിശ്വാസങ്ങളും അതിന്റെ രീതികളൊക്കെ മാറ്റമുണ്ട്. എന്നാൽ ലോകത്തില് സിദ്ധാന്തങ്ങൾ, ഈ മതങ്ങളെ ബേസ് ചെയ്യുന്ന സിദ്ധാന്തങ്ങൾ രണ്ടെണ്ണമേ ഉള്ളൂ. ഒന്ന് അദ്വൈത സിദ്ധാന്തവും മറ്റൊന്ന് സെമറ്റിക് സിദ്ധാന്തവും. ഈ സിദ്ധാന്തങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? സെമറ്റിക് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ദൈവം ഏകനാണെന്ന് വിശ്വസിച്ച് പോരുന്ന, ദൈവം ഏകനാണെന്ന് കരുതി ദൈവത്തെ ഏകനായിട്ട് കണ്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടുന്ന, മതങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് സെമറ്റിക് സിദ്ധാന്തം.